നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM-ന് ഇപ്പോൾ BJP-ക്ക് കേവല ഭൂരിപക്ഷം പോയത് മാത്രമാണ് വിഷയം. അവർക്കുണ്ടായ തകർച്ചയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. കേരളത്തിലെ പരാജയം ഇടതുപക്ഷം താത്വിക അവലോകനത്തിൽ എത്ര കാലം ഈ പരാജയം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും? സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചതിന്റെ നേർക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമേൽ ദുർബലമായ ഒരു പ്രതിപക്ഷം അടിച്ചു കയറി വന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് ഒറ്റ വാക്കിൽ ഫലത്തെക്കുറിച്ച് പറയാൻ കഴിയുക. ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം CPM എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയാണ്. കേരളത്തിലെ CPM വിരുദ്ധ വികാരം, അതായത് CM വിരുദ്ധ വികാരം, ആലത്തൂരിലെ കനലൊരു തരിയും 2019 ആലപ്പുഴയിലെ കനലൊരു തരിയും കൊണ്ട് എത്ര കാലം ദേശീയ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ CPM-ന് പിടിച്ചു നിൽക്കാനാകും? ചിഹ്നം പോകുമെന്ന പേടിയിൽ നിന്ന് ഇന്ന് ഇടതുപക്ഷത്തെ കാത്തത് രാജസ്ഥാനിലെ അമ്രാറാമിന്റെ വിജയം മാത്രമാണ്. DMK കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിന്ന് 2 സീറ്റ് നേടിയതാണ് പാർലമെന്റിലെ CPM-ന്റെ ഒരു വലിയ വിജയം. ആകെ മൊത്തം 543-ൽ 4 CPM-ന്റെ പാർലമെന്റിലെ ഇതുവരെയുള്ള സമ്പാദ്യം. പാർലമെന്റിൽ CPM എംപിമാർ നിറഞ്ഞ കാലങ്ങളിൽ 2004 ഈ 2004-ൽ 43 എംപിമാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറം ഈ 43 എംപിമാർ എന്നുള്ളത് ഇപ്പോൾ 4 എംപിമാരായി മാറിയിരിക്കുന്നു. ബംഗാളിൽ സംഭവിച്ചതിന് നേരെ നമ്മൾ കണ്ണടച്ചാലും കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ടേമുകളിൽ ഒരു തരിയിലേക്ക് ഒതുങ്ങിയതിനെ കുറിച്ച് പാർട്ടിക്ക് ആവലാതി ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3000 വോട്ടിന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കുതിച്ചു കയറുമ്പോൾ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന ആരോപണത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ഒരു പ്രസ്ഥാനവും അതിന്റെ അണികളും. കേരളത്തിലെ 20 സീറ്റുകളിൽ ഒന്നൊഴിയാതെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ അടിപതറാതെ കഷ്ടിച്ചു പിടിച്ചതെന്ന K. രാധാകൃഷ്ണൻ മാത്രമാണ് അല്പമെങ്കിലും വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതുപോലും നിലവിലെ പാർട്ടി സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന മണ്ണിന്റെ മകൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വികാരം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വികാരം, അത് അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരെന്ന വ്യക്തിപ്രഭാവവും കൊണ്ട് കൂടിയാണ് അങ്ങനെ ഉണ്ടായത്. അതുപോലും നിലവിലെ പാർട്ടി സാഹചര്യങ്ങൾക്ക് അപ്പുറമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മണ്ണിന്റെ മകൻ എന്ന അദ്ദേഹത്തിന്റെ വിശേഷിപ്പിച്ചതും അദ്ദേഹത്തിന്റെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന വ്യക്തിത്വം കൊണ്ടും ഒക്കെ കൂടിയാണ് ഈ ഒരു വിജയം സാധ്യമായത്. ആലത്തൂരിൽ ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് UDF-ന് അനുകൂലമായ ജനവിധി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയത്തെക്കുറിച്ച് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ താത്വികമായ അവലോകനങ്ങൾ പങ്കുവെക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ പ്രതിഫലനം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടെന്ന് നമുക്കെവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവ് അത് പറയുമ്പോൾ വോട്ട് വിഹിതത്തിന്റെ കണക്ക് പറഞ്ഞ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയത് ഇക്കുറിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വാദമൊക്കെ ഉയർത്തി സമർത്ഥിക്കുകയാണ് CPM. 20,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് K. രാധാകൃഷ്ണനെ പോലൊരു നേതാവിന് പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇടതുപക്ഷം ഗൗരവമായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് UDF-ന് അനുകൂലമായ ജനവിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ പോലും താത്വിക അവലോകനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് MV ഗോവിന്ദനോട് പറഞ്ഞുകൂടി മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. UDF-ന് 42.51% വോട്ട് ലഭിച്ചപ്പോൾ 31.96% വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. 2019-ൽ 47.21% ഉണ്ടായിരുന്ന UDF വോട്ട് ഇക്കുറി കുറഞ്ഞുവെന്നത് വ്യക്തമാണ്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും ശതമാനത്തിലും ഇക്കുറി കുറവ് പ്രകടമായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 2ാം വട്ടവും പക്ഷേ UDF മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ പലയിടത്തും ജയിച്ചു കയറിയത്. ത്രികോണ മത്സരത്തിലേക്ക് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂര് ഇവിടെയൊക്കെ BJP കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് വലിയ ചലനം തന്നെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതും. അപ്പോഴും 2019-ൽ കിട്ടിയ 31.9% വോട്ട് ആവർത്തിച്ചതാണ് CPM-ന് തോൽവിക്കിടയിലും ഒരു വലിയ പ്രതീക്ഷയായി പറയാനുള്ളത്. പക്ഷേ 2019-ലെ വോട്ട് ഷെയർ കണക്കിൽ സ്വതന്ത്രനായി മത്സരിച്ച ജോയ്സ് ജോർജിന്റെയും PV അൻവറിന്റെയും വോട്ട് CPM-ന്റെ പെട്ടിയിലോ CPM-ന്റെ കണക്കിലോ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിലുള്ളത് എന്ന് മനസ്സിലാക്കണം. പാർട്ടി അങ്ങനെ വേണം അതിനെ കാണാനും കണക്ക് പറയാനും. ഇക്കുറി ഈ സീറ്റിൽ മത്സരിച്ച KS ഹംസയും ജോയ്സ് ജോർജും CPM സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ചതും. അപ്പോൾ സ്വാഭാവികമായി ഈ കണക്ക് കൂടി കൂട്ടിയാണ് 2024-ലെ കണക്ക്. എന്നിട്ടാണ് കഴിഞ്ഞ തവണത്തേതിലും വോട്ട് ഷെയർ കുറഞ്ഞതെന്ന് കൂടി ഓർത്തു വേണം ക്യാപ്സൂളുകൾ ഉണ്ടാക്കാൻ.
മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ കേരളത്തിൽ പാർട്ടി നേരിട്ട തോൽവിക്കിടയിലും BJPക്ക് ഉണ്ടായ തോൽവിയെക്കുറിച്ച് വലിയ പാഠമാണ് അല്ലെങ്കിൽ വലിയ താത്വിക അവലോകനവും അവതരിപ്പിക്കുന്നു. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിക്കുന്നതും പറയുന്നതുമൊക്കെ. മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും ഒക്കെ പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയെന്നാണ് BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് വ്യക്തമാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് CPMനെ ജനം തള്ളിയെന്ന ചോദ്യത്തിനോ ഇപ്പോൾ ഒരു ഉത്തരവുമില്ല. ഈ പ്രചരണം നയിച്ച മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതുമാണ്. പക്ഷേ കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 2019 ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായതെന്നും ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നുമൊക്കെയാണ് പിണറായിയുടെ വാദം. അപ്പോഴും 2019 എന്തു പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വ്യക്തമല്ല. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്സൂളുകളുടെ പ്രവർത്തനം ഊർജിതമാക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു വെക്കുന്നെന്ന സംശയം പോലുമുണ്ട്. പിണറായിയുടെയും കൂട്ടരുടെയും ഒക്കെ ന്യായീകരണ വരട്ടുവാദം കേട്ട് മടുത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ CPM ഇനിയും മടിച്ചു നിൽക്കുകയാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കനലൊരു തരി അണയാൻ കാലതാമസം ഉണ്ടാവില്ലെന്നു കൂടി ഈ തെരഞ്ഞെടുപ്പ് സൂചന നൽകുന്നുണ്ട്. ഏകാധിപത്യ പ്രവണത മൂലവും തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തത് മൂലവും പല വെട്ടിനിരത്തലുകളുടെയും ഭാഗമായി സംഘടനാപരമായും നേതൃപരമായും ഇനിയൊരു വലിയ പ്രതിസന്ധി CPMന് മുന്നിലുണ്ട് എന്നത് മറച്ചു വയ്ക്കാൻ പോലും കഴിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, CPM കേരളത്തിലും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ചിഹ്നം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയാൻ ഇനി അധിക സമയമില്ല എന്ന് നമുക്കേവർക്കും അറിയാം.